ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ ഇഡ്ഡലിയാണ്. നമുക്ക് ഈ സേമിയ ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഇത് എണ്ണ ഒഴിക്കാതെ വേണം വറുത്തെടുക്കാൻ. സേമിയ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഉഴുന്ന് പരിപ്പ് ഒരു 1.5 സ്പൂൺ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി മാവാണ്. ഈ മാവിലേക്ക് നമുക്ക് ഈ വറുത്ത കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. കുറച്ച് ഏത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക്. നമുക്കിതൊരു ഇഡ്ഡലി ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഈ ഇഡ്ഡലി തട്ടിലേക്ക് കോരി ഒഴിക്കാം. ഈ ഇഡ്ഡലി മാവിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ സേമിയ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെളിയിലേക്ക് എടുത്ത് വയ്ക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.